ട്രേഡർ ജോ ഒരു ഇടത്തരം എന്നാൽ അല്പം പ്രീമിയം സൂപ്പർ മാർക്കറ്റാണ്. ഇത് മുഴുവനും അതിൻ്റെ പാർക്കിംഗ്. Sorry? Is the word namaskara? Namaskara. Oh, yes, Yeah. that word? Are you from India? No, I just learned a lot about India. Oh, I see. Yeah, I'm from India. Nice to meet you. Hindi, right? Have you ever been to India? I got invited a lot. I'm Goodwill ambassador Okay. for India. Okay. Yes. You are a Goodwill ambassador? Yes. Oh, nice to know that. Yes. You should visit India one day. Yes. I'm part of the International Human Rights Council. Oh, I see. Yes. Yes, You know it. because India needs a lot of human rights people. I agree. Because there is a lot of human rights violation I see happening that. here and there. Everywhere. Yes, I admit that. Yes. Even though I am an Indian, I admit that. Even here, everywhere. Yes. No. Yes. Well, namaskara. Namaskaram. Nice work you are doing. Yes. God bless you. The same. Do you need a gospel tract Pardon? about Jesus Christ? This is about Jesus Christ. Oh, I don't do Jesus Christ, but I give thanks for your kindness. Okay. Yes. You know about Jesus? I know Jesus. Okay. Yes. If you need, I can give a tract and a free Bible. Yeah. Do you have a Bible? I used to. I grew up very religious, but now I'm very spiritual. Okay. But if So, you want, I have a Maybe Bible. more Zen Buddhist. Okay. Yes. I have a Bible with you. You can read it. I've read it before many times. Okay. My father was Jehovah's Witness. Okay. If you need one, I have with me. I can give I've you a read it big many full times. Bible. Yes, I appreciate your kindness. Okay. Thank you. Thank you. God bless you. Okay. Someone was talking with me. She's an international human rights ambassador. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു അംബാസഡറാണ്. ഇന്ത്യയിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ട്രേഡർ ജോ സൂപ്പർ മാർക്കറ്റ് ഒരു പ്രീമിയം സൂപ്പർ മാർക്കറ്റാണിത്. എന്നാൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്, അത്ര വലുതല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് കോസ്കോയാണ്. കോസ്കോയെ പോലെയോ അതിന് അല്പം താഴെയാണ് വാൾമാർട്ട്. അതിനെപ്പോലെയൊക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റല്ല. ഇവിടെ അല്പം കൂടെ ഗുണനിലവാരം കൂടുതലുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കും. അതിൻ്റെ അകത്തൂടെ ഞാനൊരു എൻ്റെ ഇന്നത്തെ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് ശേഷം ഒരു ഓട്ടപ്രദർശനമാണ്. ഇതെല്ലാം പൂക്കളാണ്. വില എഴുതി വെച്ചിട്ടുണ്ട്, ജീവനുള്ള പൂക്കൾ. ഈ ചെടികളൊക്കെ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ആളുകൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അവർ വളർത്താൻ ശ്രമിക്കും. ആലോവേര 899, ഗുഡ് ഹെയർ ടൈം. ആലോവേര 899 $9 ഇതിൻ്റെ വില. ഇതിൻ്റെയൊക്കെ വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി, ഇതൊന്നും ആർട്ടിഫിഷ്യലല്ല. ഇതൊക്കെ ശരിക്കും വിൻ്ററിന് ശേഷം സ്പ്രിങ്ങിന് ശേഷം പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന ചെടികളാണ് ഇവിടെ വിൽക്കാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. ധാരാളം ഇതിന് ചിലവുണ്ട്. സമ്മർ ആകുമ്പോഴത്തേക്കും ആളുകൾക്കൊരു ഹരമാണ് ഈ ചെടികളൊക്കെ നടുക എന്ന് പറയുന്നത്. ഇതൊക്കെ ബൊക്കേസാണ്. ഇതൊക്കെ ബർത്ത്ഡേക്കും മറ്റ് അവസരങ്ങളിലുമൊക്കെ കൊടുക്കുവാൻ വേണ്ടി ആളുകൾ ഇത് വാങ്ങിക്കൊണ്ട് പോകും. പല വിലയിലുള്ളതുകൊണ്ട് കണ്ടില്ല. 1099, 699. ഇതൊക്കെ ജീവനുള്ള ലൈവ് ഫ്ലവേഴ്സ് വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനൊക്കെ വളരെ ചിലവുണ്ട് ഇവിടെ. ചിലവെന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിത് വെച്ചിരിക്കുന്നത്. ഇതിവിടുത്തെ ഉരുളക്കിഴങ്ങ്, തണ്ണിമത്തൻ, വേറൊരു മെലോൺ, ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആളുകൾ വന്ന് സെലക്ട് ചെയ്ത് ഇത് വാങ്ങുന്നത് കാണും. മറ്റുള്ള സ്ഥലങ്ങളെക്കാളും ഇത് സവാള, അതും പല ഇനമുണ്ട്. വെള്ള സവാള, അല്പം യെല്ലോ, റെഡ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴമാണ് അപ്പുറത്ത് കാണുന്നത്.
ഇത് ഏത്തപ്പഴമാണ്, നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം. ഒരു ഏത്തപ്പഴത്തിന് 59 സെൻറ്റ്. ചാരടോളത്തിൽ കൂടുതലാണ്, ഒരു 50 രൂപ നമുക്ക് കൂട്ടാം. ഇതെല്ലാം ഇവിടെ സുലഭമായി ലഭ്യമാണ്. അവക്കാഡോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. അല്പം വിലയുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിലും തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവക്കാഡോ ധാരാളം വളരുന്നു. ഇങ്ങനെ പല ഇനം ഫ്രൂട്ട്സ് എല്ലാം അലങ്കരിച്ച് നമ്മുടെ നാട്ടിലെ മണ്ണിൽ വളരുന്ന മധുരക്കിഴങ്ങാണ്. വെളുത്തുള്ളി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇഞ്ചി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ചെറിയ ഇനം ടൊമാറ്റോ സാലഡിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പാക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം പച്ചക്കറിയുടെ ഇനങ്ങളാണ്. ഇതെല്ലാം നല്ല വൃത്തിയായി കട്ട് ചെയ്ത് ബീൻസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കാബേജ്, പപ്പിൾ, ബ്രക്കോളി, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയാൽ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ എടുത്ത് പാനിലൊക്കെ ഇട്ട് അത് കൂട്ടാൻ വയ്ക്കാം. അതൊന്നും വൃത്തിയാക്കാൻ നമ്മൾ മെനക്കെടണ്ട. ഇതെല്ലാം മഷ്റൂംസ്, പല ഇനം മഷ്റൂംസാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പല വെജിറ്റബിളിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് ആർട്ടിച്ചോക്സ്. ഇവിടെ നമ്മുടെ നാട്ടിലെ എഗ് പ്ലാന്റ് അല്ലെങ്കിൽ വലിയ ഇനം വഴുതനങ്ങ, യെല്ലോ ബെൽ പെപ്പേഴ്സ്, ഇതെല്ലാം ഇവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇനം ചീര ഇനങ്ങളാണ്. ചീര ഇനങ്ങളാണ്. സ്പിനാഷ് ഇവിടെ ഇങ്ങനെ ലഭിക്കും. ഇവിടെയെല്ലാം ഫ്രൂട്ട്സാണ്, മുഴുവൻ ഫ്രൂട്ട്സാണ് ഇവിടെ കാണുന്നത്. പപ്പയ, ഇത് നല്ല പപ്പയാണ്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കരീബിയൻ പപ്പയ. ഈ പപ്പയ ഒരു പപ്പയായിക്ക് $3.99 ഏകദേശം 400 രൂപ വെച്ച്. ഞാൻ പലപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കാറുള്ളതാണ്, നല്ലതാണ്. പൈനാപ്പിൾ, ആപ്പിൾ വിലയിനം. ഓക്കെ, പേർ, ഇത് നമ്മുടെ നാട്ടിലെ ചെറുനാരിങ്ങയുടെ ഒരു വലിയ ഇനമാണ്. അല്ലാത്ത ഒടിച്ചൂത്തി എന്ന് പറയുന്ന നാട്ടിലെ വെറൈറ്റിയുടെ ഒരു തരമാണ് ഇവിടെ കാണുന്നത്. മുഴുവനും ആപ്പിളാണ്. ആപ്പിൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു പാക്കറ്റിന് $4.49. ഇത് ഒരെണ്ണത്തിന് ഫിജി ആപ്പിൾ 69 സെൻറ്റാണ്. 69 സെൻറ്റ്. ഇതെല്ലാം ഫ്രൂട്ട്സാണ്. നമ്മുടെ റോബസ്റ്റയുടെ മാതിരിയുള്ള പഴമാണ്. ഇതിവിടെ വളരെ സുലഭമാണ്. ഇത് ഒരെണ്ണത്തിന് 23 സെൻറ്റാണ്. എന്ന് വെച്ചാൽ ഏകദേശം $1 ഇത് 4 എണ്ണം കിട്ടും. ഇത് നല്ല പഴമാണ്. എന്നാൽ ഇതിൻ്റെ ഓർഗാനിക് എന്ന് പറയുന്ന വെറൈറ്റിക്ക് 29 സെൻറ്റാണ് ഒരെണ്ണത്തിന്. അത് ഇവിടെ ഓർഗാനിക്കിൻ്റെ ലേബൽ ചെയ്താൽ അത് ശരിക്കും ഓർഗാനിക് തന്നെയാണ്, കളിപ്പിക്കാൻ പറ്റില്ല. മീറ്റുകൾ പലയിനം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാൽമൺ എന്ന് പറയുന്ന വലിയ മീനാണിത്. അത് മുള്ളൊക്കെ കളഞ്ഞ് അത് സ്ലൈസ് ചെയ്ത് സ്കിന്നില്ലാതെ അത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ 14.99 ഈ ഒരു പൗണ്ടിൻ്റെ വില. ഇവിടെ ഒരു പൗണ്ട് കണക്കിനാണ് വില, കിലോഗ്രാം അമേരിക്കയിലില്ല, പൗണ്ട്. മറ്റ് പല ഇനം മീറ്റുകൾ, കോഴിയിറച്ചിയുടെ വിവിധ ഭാഗങ്ങൾ, ഓർഗാനിക് ചിക്കൻ എന്ന് ഇവിടെ കാണാം. ഇതെല്ലാം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് അല്പം തിരക്ക് ഇപ്പം വൈകിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഞായറാഴ്ച നല്ല തിരക്ക്. ഇവിടെ ഒരു സാമ്പിൾ വെച്ചിരിക്കുകയാണ്, ഒരു സാധനം ഡെമോ ആയിട്ട്. എഗ്, വീറ്റ്, മിൽക്ക്, അതിലൊരു സാമ്പിൾ ഞാനെടുത്ത് കഴിക്കുകയാണ്. ഇത് കച്ചവടം നടക്കാൻ വേണ്ടി സാമ്പിൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ആളുകൾ ഇത് വാങ്ങിക്കും. ഇതെല്ലാം വിവിധ ഇനം ആഹാര സാധനങ്ങൾ ഇങ്ങനെ വാക്യൂളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. പീനട്ട് ബട്ടർ, ഇതൊരു തരം ജാസ്മിൻ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജാസ്മിൻ റൈസാണ്. ഇതെല്ലാം ഇവിടെ
വളരെയധികം റാക്കുകളും ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഞങ്ങൾ സാമ്പിൾ എടുത്തത് കഴിക്കുക. ഇതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റുള്ള സാധനം നന്നായിരിക്കും. ഇതിവിടുത്തെ ജോലിക്കാർ ഇത് കാർട്ടൺ പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ്. ഇതെല്ലാം മുമ്പിൽ നമ്മൾ കണ്ട പോലുള്ള മുമ്പ് കണ്ട പോലുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത സാധനങ്ങളാണ്. മുട്ട, പലയിലും മുട്ട, എക്സ്ട്രാ ലാർജ് ബ്രൗൺ എഗ് 5.49. വൈറ്റ് എഗ്ഗിന് വില അല്പം കുറവാണ്. വിവിധയിനം ജ്യൂസ് ഇങ്ങനെ വെച്ചിരിക്കുക. തൈരുകൾ വിവിധയിനം. പാല് ഇവിടെ ഇങ്ങനെയാണ്. പാല് ക്യാനുകളിലാണ്. ഈ കാണുന്ന ഒരു ഗാലനാണ്. അതായത് $3.99, $4. ഇത് പാല് വളരെ സുലഭം. ഇത് ഹാഫ് ക്യാനാണ്, $2.69, $3. അത് ഫാറ്റുള്ളത്, ഫാറ്റ് ഫ്രീ, വിവിധ ഇനങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് വില. ഇത് മുഴുവനും വിവിധ ഇനം കേക്കുകളാണ്. ഇതെല്ലാം ഫ്രീസ്ഡ് ഫുഡുകളാണ്. അത് റെഡി ടു കുക്ക് ആൻഡ് ഈറ്റ്. പാനിലിട്ട് ചൂടാക്കി ഉടനെ തന്നെ കഴിക്കാം. വിവിധയിനം സ്വീറ്റ് കേക്ക്, കപ്പ് കേക്കുകൾ ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഇങ്ങോട്ടുള്ളത് മുഴുവനും വൈനാണ്. വിവിധയിനം വൈനുകൾ ഇങ്ങനെ അറേഞ്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ വൈൻ സുലഭമായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വൈൻ വിൽക്കാൻ പറ്റും. വൈൻ വിൽക്കുന്നതിന് ലൈസൻസ് ഒന്നും വേണ്ട. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം വൈൻ വാങ്ങി അവരുടെ ഡിന്നറിനോട് കൂടെ, പ്രധാന ആഹാരത്തിനോട് കൂടെ അവരത് കഴിക്കും. അതിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ അത് എടുക്കുന്നത് വൈൻ എടുത്ത് ബോട്ടിൽ എടുത്ത് തങ്ങളുടെ കാർട്ടിൽ ഇടുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് മുഴുവൻ വൈനാണ്. എന്നാൽ മറ്റ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് പ്രത്യേക കടകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതെല്ലാം ടെല്ലിംഗ് സ്റ്റേഷൻസാണ്. ഇവിടെയാണ് ചെക്കൗട്ട് ചെയ്യുന്നത്. സെൽഫ് ചെക്കൗട്ട് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ എടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ഇതുവഴി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം ചെക്കൗട്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ നാട്ടിൽ സെൽഫ് ചെക്കൗട്ട് ഇല്ല. അത് ഇവിടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. മിക്ക കടകളിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആളുകളില്ലാത്ത സ്ഥലത്ത് അത് സ്കാൻ ചെയ്ത് പേ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് തന്നെ പേ ചെയ്ത് സാധനം എടുത്തുകൊണ്ട് പോകാൻ കഴിയും. എന്നാൽ അവിടെ വാച്ച്മാൻസ് ഒക്കെ ഉണ്ട്. മോഷണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വളരെ കുറ്റമാണ്. അങ്ങനെ ഞാൻ ഈ ജോ ട്രേഡേഴ്സിൽ നിന്ന് ഇറങ്ങിയാണ്. ഇന്നത്തെ എൻ്റെ പരസ്യ വേലയ്ക്ക് ശേഷം, ട്രാക്ക് ഡിസ്ട്രിബ്യൂഷന് ശേഷം ഞാൻ ഇവിടെ നിന്ന് കയറി ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അമേരിക്കയെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അമേരിക്ക ദൈവവചനപ്രകാരമുള്ള ഒരു രാഷ്ട്രമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലിബറലിസം വന്നിട്ട് അന്യരാജ്യങ്ങളിലൊക്കെ കുടിയേറി പാർത്ത് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ലിബറൽ ചിന്താഗതികളുള്ള അനേകർ ഇവിടെ കുടിയേറി പാർത്ത് ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് അതിനൊരു ചെറിയ കറക്ഷനൊക്കെ വരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ദൈവം എൻ്റെ കാഴ്ചക്കാരെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു.